ഇപ്പോൾ CPIM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ചേരുകയാണ്. ശ്രീ അബ്ദുൽ ഖാദർ, സുരേഷ് ഗോപി തൃശൂരിൽ എത്തിയിരിക്കുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പിറകെയുണ്ട് രാവിലെ മുതൽ. ചോദ്യങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട് അദ്ദേഹത്തിനോട്. പക്ഷേ ഒരക്ഷരം പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങളെ പരിഹസിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയാണ്. അബ്ദുൽ ഖാദർ, അല്ല, ഇത് ഈ പരിഹാസം പ്രകാരം അദ്ദേഹത്തിന് തുടരാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിന് ഉയരുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലായകയാണോ, അതോ തന്റെ പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കാനുള്ള കഴിവില്ലായകയാണോ, ഏതാണെന്ന് അറിയില്ല. ഏതായാലും അദ്ദേഹത്തിന് ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്നില്ല, നിലപാട് പറയാൻ കഴിയുന്നില്ല. ഒന്ന്, അദ്ദേഹം അപഹാസ്യനായ ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഉള്ളത്, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിൽ. കാരണം ഒന്നൊന്നായി പുറത്തു വരുന്ന വാർത്തകൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മുഖം കൂടുതൽ കൂടുതൽ വികൃതപ്പെടുത്തുകയാണ്. ജനാധിപത്യ വ്യവസ്ഥയിലെ വോട്ടിംഗ് സംവിധാനത്തെ ഇത്രമേൽ അപഹസിച്ച ഒരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊന്ന് പറയാനില്ല. കാരണം തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ പിണിയാളുകളായി നിന്ന് പ്രവർത്തിച്ച ചില ആളുകൾ, ചില ഏജൻസികൾ ആ അന്തിമ പട്ടിക ഇറങ്ങിയ ഘട്ടത്തിലാണ് ചില പേരുകൾ കൂട്ടിച്ചേർക്കുന്നത്. സാധാരണ നിലയിൽ കരട് പട്ടികയിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളോ തെറ്റുകളോ പരിഹരിക്കാൻ കഴിയുക അത് അതിന്റെ റിവിഷൻ സമയത്താണ്, പുതുക്കൽ സമയത്താണ്. പക്ഷെ പുതുക്കിയ പട്ടികയിൽ എങ്ങനെ തെറ്റായ സംഗതികൾ വന്നു എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മറുപടി പറയാൻ സുരേഷ് ഗോപി വേർക്കും. അയാൾ മറുപടി പറയാൻ ചെയ്യാത്തതിന്റെ കാരണം അതാണ്. എന്ത് പറഞ്ഞാണ് പറയുക? അദ്ദേഹവും അദ്ദേഹത്തിന്റെ 11 കുടുംബവും അദ്ദേഹത്തിന്റെ ഡ്രൈവറും ഒക്കെ ഇവിടെ വോട്ട് ചേർക്കുന്നു. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തിരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ചേർക്കുന്നു. ഇത് എന്തൊരു ഏർപ്പാടാണ്? നമ്മുടെ നാട്ടിൽ നേരത്തെയും മറ്റു മണ്ഡലങ്ങളിൽ, മറ്റു പ്രദേശങ്ങളിലും ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ കാണിച്ചൊരു മര്യാദ, അവിടെ മത്സരിക്കുമ്പോഴും തന്റെ വോട്ട് തന്റെ സ്വന്തം ബൂത്തിൽ പോയി ചെയ്യുക, സ്വന്തം നാട്ടിലെ ബൂത്തിൽ പോയി ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ സുരേഷ് ഗോപിക്ക് എങ്ങനെ ഈ കള്ള അഡ്രസ്സിൽ പേര് ചേർക്കാൻ കഴിഞ്ഞു? തന്റെ കുടുംബത്തിന്റെ പേര് ചേർത്തു. BJP-യുടെയും RSSന്റെയും പ്രമുഖരായിട്ടുള്ള നേതാക്കൾ പേരിൽ വോട്ട് ചെയ്തു എന്നുള്ളത് സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയാണ്. ഇതെന്ത് മറുപടിയാണ് അദ്ദേഹത്തിന് നൽകാൻ കഴിയുക? അപ്പൊ മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. പക്ഷെ അത് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല BJP എന്നുള്ളതാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയാൻ കഴിയുന്ന കാര്യം. ശ്രീ അബ്ദുൽ ഖാദർ, ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ CPIM-ന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അവിടെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ നമ്മൾ കാണുകയാണ്, CPIM-ന്റെ ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ BJP-യുടെ ആൾക്കാർ ശ്രമിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാം എന്നൊരു കാഴ്ചപ്പാട് കൂടി അവർ പുലർത്തുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകും. അതെ, അതായത് സാധാരണ നിലയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികൾ, MP ആയാലും MLA ആയാലും, അവർ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ അവരെ ഒരു പൊതു സ്ഥാപനം എന്നാണ് പറയുക. അപ്പൊ അത്തരം സ്ഥാപനങ്ങളിലേക്ക്, അവരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നത് സ്വാഭാവികമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്താറില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു എന്താ പറയാ, ഒരു ധാരണയെന്നോ അല്ലെങ്കിൽ അപ്രഖ്യാപിതമായ ഒരു ജനാധിപത്യ നിലപാടെന്നൊക്കെ പറയാം. പക്ഷെ അത് പരസ്യമായി ലംഘിച്ചുകൊണ്ടാണ് BJP-ക്കാർ ഇന്നലെ രാത്രി CPIM ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അത് അങ്ങേയറ്റം പ്രകോപനപരമായ തെറ്റായൊരു നിലപാടായിരുന്നു. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. അത് സ്വാഭാവികമായിട്ടും എത്രയോ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഒരു ഓഫീസിലേക്ക് ആളുകൾ അതിക്രമിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. പക്ഷെ ഞങ്ങളുടെ പ്രവർത്തകർ സംയമനം പാലിക്കുകയാണ് ചെയ്തത്. അവര് ഇവിടെ വന്ന് ആക്ഷേപകരമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കുകയും പന്തം കൊണ്ട് ഇങ്ങോട്ട് എറിയുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്തത്. അത് ഈ സംഭവത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള ഒരു പരിശ്രമമാണ്. ഏതായാലും അത്തരം പ്രകോപനങ്ങളിൽ ഞങ്ങൾ കൂടുന്നില്ല. തികച്ചും സംയമനപരമായി, ജനാധിപത്യപരമായി പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്
CPIM-ന്റെ നിലപാട്. ശ്രീ അബ്ദുൽ ഖാദർ, ഒരു കാര്യം കൂടി. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിനു മുമ്പും അത് കഴിഞ്ഞും ഒക്കെ തന്നെ തൃശ്ശൂരിലെയും കേരളത്തിലെ മറ്റ് ചില സ്ഥലങ്ങളിലെയും ഒക്കെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിരന്തരമായി കയറിയിറങ്ങുന്ന ഒരാളായിരുന്നു സുരേഷ് ഗോപി. പക്ഷെ ഒന്ന് ആലോചിക്കൂ, ഛത്തീസ്ഗഡിൽ 2 സന്യാസിനിമാർ അവർ ജയിലിലായി, ഏതാണ്ട് 9 ദിവസക്കാലം ജയിലിൽ കിടക്കുന്നു. ആ സമയത്ത് ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു പിന്തുണ നൽകാൻ ഈ കേന്ദ്രമന്ത്രി തയ്യാറായോ? അധികാരം കൈവശമിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും ഒരു വാക്ക് അദ്ദേഹം മിണ്ടിയോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിർണായക ഘട്ടത്തിൽ ആ വോട്ട് തേടി ചെന്ന അവരെ പൂർണ്ണമായും കൈവിടുകയാണ് ഈ കേന്ദ്രമന്ത്രി ചെയ്തത്. അദ്ദേഹത്തിന് രാഷ്ട്രീയവും ഒരു നടനമാണ്. രാഷ്ട്രീയത്തിലും അദ്ദേഹം അഭിനയിക്കുകയാണ്. അതല്ലാതെ അദ്ദേഹം ചെയ്ത കാര്യമൊന്നും സത്യസന്ധമായിട്ടായിരുന്നില്ല എന്നല്ല ഇതെല്ലാം വ്യക്തമാക്കുന്നത്. കുരുത്തോല പിടിച്ച് നടക്കുന്നു, ആ കന്യാസ്ത്രീകളൊപ്പം ഇരുന്ന് പാട്ടുപാടുന്നു, അദ്ദേഹം കിരീടം ചാർത്തുന്നു. ഇതൊക്കെ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള അഭിനയങ്ങൾ പോലെ ഒരു അഭിനയം മാത്രമായിരുന്നു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഈ വസ്തുതകളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്. കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം മിണ്ടിയില്ല. ഒഡീഷയിൽ തൃശൂർ ജില്ലക്കാരനായിട്ടുള്ള ഒരു പുരോഹിതൻ ഉൾപ്പെടെ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചില്ല. അദ്ദേഹം ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം മൗനം തുടരുകയാണ്. ഈ ഘട്ടങ്ങളിൽ ഇവിടത്തെ സാധാരണ മനുഷ്യരുടെ വികാരങ്ങൾ, അവരുടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും തനിക്ക് ബാധകമല്ല എന്ന് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ, ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, നിലപാട് സ്വീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് മറ്റെന്താണ് മാർഗം? പ്രതിഷേധിക്കുകയല്ലാതെ. ജനങ്ങൾക്ക് ശക്തമായിട്ട് പ്രതികരിക്കേണ്ടി വരും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ മൗനം തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യട്ടെ. ഏതായാലും ഈ വിഷയത്തിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി പ്രകടിപ്പിക്കാനാണ് CPIM-ന്റെ തീരുമാനം. നന്ദി ശ്രീ അബ്ദുൽ ഖാദർ പ്രതികരിച്ചതിന്.